അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വടക്കേ ഇന്ത്യയിലും കർണാടക വരെയുള്ള സംസ്ഥാനങ്ങളിലും ധാരാളമായി കാണുന്ന നീൽഗായ് എന്ന നീലക്കാളയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാഴ്ചയിൽ കാളയെപ്പോലെ തോന്നിക്കുന്ന നീലക്കാള മാൻ വർഗത്തിൽപ്പെട്ട ഒരു മൃഗമാണ്. ഇവയ്ക്ക് കാളയേക്കാൾ കുതിരയോടാണ് സാദൃശ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വൈവിധ്യമാർന്ന വന്യജീവികളുണ്ട്. അതിൽ സവിശേഷമായ ഒരിനമാണ് ശാസ്ത്രീയമായി ബോസ്ലാഫ് സ്ട്രാഗോഗാമെൽസ് എന്നറിയപ്പെടുന്ന നീൽഗായ് അഥവാ നീലക്കാള. ഇത് ഏറ്റവും വലിയ ഏഷ്യൻ മാനാണ്. പ്രായപൂർത്തിയായാൽ ഇവയ്ക്ക് നീല കലർന്ന ചാരനിറം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇവയെ നീലക്കാള എന്നർത്ഥം വരുന്ന നീൽഗായ് എന്ന് വിളിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ കൊമ്പുള്ള കുതിരയെപ്പോലെ തോന്നിക്കുന്ന നീൽഗായ് കരുത്തുള്ളതും നല്ല ആരോഗ്യമുള്ളതുമായ മൃഗങ്ങളാണ്. അവയുടെ സ്വഭാവ സവിശേഷതകൾ മാനിന്റെയും പശുവിനെയും വിശേഷ ഗുണങ്ങളുടെ ഒരു മിശ്രണമാണ്. ആൺ നീൽഗായ്ക്ക് നീലകലർന്ന ചാരനിറത്തിലുള്ള രോമാവൃതമായ ശരീരമാണ്. ഇവയുടെ നിറം വളരെ അധികം പ്രശസ്തമാണ്. പ്രായപൂർത്തിയായ ആൺ നീലക്കാളയുടെ തോൾ മുതൽ കാൽപാദം വരെ ഉള്ള ഉയരം ഏകദേശം 1.5 മീറ്റർ, അതായത് 3.5 മുതൽ 5 അടി വരെ ഉണ്ടാകാറുണ്ട്. ഇവർക്ക് 200 മുതൽ 300 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. 20 സെന്റിമീറ്റർ വരെ നീളം വരുന്നതും ചെറുതും കൂർത്തതുമായ കൊമ്പുകളും ഇവർക്കുണ്ട്. ഇത് അവരുടെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്നു. പെൺ നീൽഗായ് ആണിനെ അപേക്ഷിച്ച് ചെറുതാണ്. ശരീരത്തിന്റെ തവിട്ട് നിറം അവരുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ ശത്രുക്കളിൽ നിന്ന് ഇവരെ മറയ്ക്കുന്നു. ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവർക്കും തൊണ്ടയിലെ വെളുത്ത പാടുകൾ, വെളുത്ത കവിൾ പാടുകൾ, കാലുകളിൽ വ്യക്തമായ വെളുത്ത അടയാളങ്ങൾ എന്നിവയുണ്ട്. പൂർണ്ണ വളർച്ച എത്തിയവയുടെ പൊക്കം ഒരു കുതിരയുടെ അത്രയും വരും. എന്നാൽ മുതുക് പിന്നിലേക്ക് താഴ്ന്ന് ഒന്ന് ചെരിഞ്ഞതാണ്. പ്രായപൂർത്തിയായ ആണിൻ പ്രത്യേക നീലകലർന്ന ചാരനിറമാണ്. പെണ്ണിനും കിടാവിനും മണലിന്റെ തവിട്ടു നിറമായിരിക്കും. നീൽഗായ് പ്രധാനമായും ഇന്ത്യയിലാണ് കാണപ്പെടുന്നത്. പുൽമേടുകൾ, കുറ്റിച്ചെടികൾ, കാർഷിക മേഖലകൾ എന്നിവയുൾപ്പെടെ വിവിധ ആവാസവ്യവസ്ഥകളിൽ വസിക്കുന്ന ഇവർ വടക്ക് ഹിമാലയത്തിന്റെ താഴ്വരകൾ മുതൽ കർണാടക വരെയുള്ള ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങൾ വരെയും പടിഞ്ഞാറ് പാകിസ്ഥാൻ മുതൽ കിഴക്ക് നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെയും ചില ഭാഗങ്ങൾ വരെയും കണ്ടുവരുന്നു. വൃക്ഷങ്ങൾ കുറവുള്ള തുറന്ന ആവാസ വ്യവസ്ഥകളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇത് ഇവരെ ഇരയാക്കാൻ വരുന്നവരെ ജാഗ്രതയോടെ നിരീക്ഷിക്കാൻ സഹായിക്കുന്നു. നീൽഗായ് വളരെ പെട്ടെന്ന് തന്നെ സാഹചര്യവുമായി ഇണങ്ങിച്ചേരുന്നവരാണ്. വരണ്ടതും അർദ്ധവരണ്ടതുമായ പ്രദേശങ്ങളിൽ വളരാൻ കഴിയുന്ന നീൽഗായ്കൾ പലപ്പോഴും ഭക്ഷണം തേടി കൃഷിസ്ഥലങ്ങളിലേക്ക് കടക്കാറുണ്ട്. 2001 ഇന്ത്യയിൽ ഇവരുടെ എണ്ണം 1 മില്യൺ ആയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മേച്ചിൽ പ്രദേശമായ ടെക്സാസിലെ കിങ് റാഞ്ചിന്റെ നോറിയസ് ഡിവിഷന് സമീപമുള്ള 6000 ഏക്കർ വിസ്തൃതിയുള്ള ഒരു വലിയ കൃഷിയിടത്തിലാണ് 1920കളിലും 1930കളിലും നീൽഗായ് ആദ്യമായി മാറ്റിപ്പാർപ്പിച്ചത്. ഇവരുടെ എണ്ണം 1940കളുടെ അവസാനത്തിൽ കുതിച്ചുകയറുകയും ക്രമേണ അടുത്തുള്ള കൃഷിയിടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. പ്രധാനമായും പുല്ലുകൾ, ഇലകൾ, മൊട്ടുകൾ, പഴങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭക്ഷണക്രമമുള്ള സസ്യഭുക്കുകളാണ് നീൽഗായ്. ഗോതമ്പ്, മില്ലറ്റ്, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകളും അവർ ഭക്ഷിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ ഇവർ കൂട്ടമായി വന്ന് കൃഷി വിളകൾ തിന്ന് തീർക്കാറുണ്ട്. വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കൾ ദഹിപ്പിക്കാനുള്ള അവരുടെ കഴിവ് അവയുടെ ദഹനവ്യവസ്ഥ സുഗമമാക്കുന്നു. അവയുടെ ദഹനവ്യവസ്ഥ നാരുകളുള്ള ഭക്ഷണത്തിൽ നിന്ന് പരമാവധി പോഷകങ്ങൾ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്നു. വരണ്ട സീസണിൽ ഹരിതസസ്യങ്ങൾ കുറവുള്ളപ്പോൾ ഉണങ്ങിയ പുല്ലും ഇലകളും തിന്ന് ജീവിക്കാൻ നീൽഗായ്കൾക്ക് കഴിവുണ്ട്. നീൽഗായിന്റെ പ്രജനനകാലം സാധാരണയായി ശൈത്യകാലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. എന്നിരുന്നാലും അവയ്ക്ക് വർഷം മുഴുവൻ പ്രത്യുൽപാദനം നടത്താൻ കഴിയും. ആൺ നീൽഗായ്കൾ തന്റെ ധൈര്യവും ശക്തിയും പൗരുഷവും പെൺ നീൽഗായുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിനായി മറ്റുള്ള നീൽഗായ്ക്കളുമായി ഏറ്റുമുട്ടുന്നു. ഇണയെ ആകർഷിക്കുന്നതിനായി ഇവർ പരസ്പരം മത്സരിക്കാറുണ്ട്. ഇണചേരൽ സമയം വളരെ ഹ്രസ്വമാണ്. ഇണചേരലിനു ശേഷം ആൺ നീൽഗായ്കൾ ആൺ നീൽഗായ് ഗ്രൂപ്പിലേക്ക് തിരിച്ചു പോകുന്നു. നീൽഗായുടെ ഗർഭകാലം ഏകദേശം 8 മുതൽ 9 മാസം വരെ നീണ്ടുനിൽക്കും. അതിനുശേഷം 1-2 കിടാക്കൾക്ക് ജന്മം നൽകുന്നു. സാധാരണയായി പച്ചപ്പുല്ലും ഭക്ഷണവും സമൃദ്ധമായ മൺസൂൺ കാലമാണ് ഇവരുടെ പ്രജനന സമയം. നവജാത കിടാക്കൾ ഇളം തവിട്ടുനിറമായിരിക്കും. ഇത് ഇരപിടിയന്മാരിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുന്നു. വേട്ടക്കാരെ ഒഴിവാക്കാൻ ജീവിതത്തിന്റെ ആദ്യ ഏതാനും ആഴ്ചകൾ സസ്യജാലങ്ങളിൽ മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അമ്മമാരാണ് ഇവയെ സംരക്ഷിക്കുന്നത്. മാത്രമല്ല അവരുടെ കുഞ്ഞുങ്ങളെ ഭീഷണികളിൽ നിന്ന് ആക്രമണാത്മകമായി രക്ഷിക്കുകയും ചെയ്യും. നീൽഗായ് പകൽ സമയത്ത് ഭക്ഷണം തേടുന്ന മൃഗങ്ങളാണ്. അതിരാവിലെയും വൈകുന്നേരവും ഏറ്റവും സജീവമാണ്. അവ പൊതുവെ കൂട്ടമായി നടക്കാറില്ല. എന്നാൽ സ്ഥലവും കാലവും അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാറുണ്ട്. ആൺ നീൽഗായ്കൾ പലപ്പോഴും ഒറ്റയ്ക്കോ ചെറിയ ഗ്രൂപ്പുകളോ ആയി കാണപ്പെടുന്നു. അതേസമയം പെൺ നീൽഗായ്കളും അവരുടെ കുഞ്ഞുങ്ങളും വലിയ കൂട്ടമായിട്ടാണ് കാണാറുള്ളത്.
ബ്രീഡിംഗ് സീസണിൽ ഇണകൾക്കായി മത്സരിക്കുമ്പോൾ ആൺ നീൽഗായികൾ കൂടുതൽ ആക്രമണകാരികളുമായിത്തീരുന്നു. സാധാരണയായി ശബ്ദമുണ്ടാക്കാത്ത ഇവ ഭയപ്പെടുമ്പോൾ ഉറക്കെ മുരളുന്നു. ഒരു സ്ഥലത്തു തന്നെ കാഷ്ടിക്കുന്ന സ്വഭാവമുള്ളവയാണ്. അതുകൊണ്ടുതന്നെ പരന്ന രൂപത്തിലുള്ള കാഷ്ടം ഒരേ സ്ഥലത്ത് കുന്നുകൂടിയിരിക്കും. തീക്ഷ്ണമായ കാഴ്ചശക്തിയും മണം പിടിക്കാനുള്ള തീവ്രമായ കഴിവും നീലഗായികളുടെ പ്രത്യേകതകളാണ്. ഈ കഴിവ് ഇവരെ കടുവകൾ, പുള്ളിപ്പുലികൾ, ചെന്നായ്ക്കൾ തുടങ്ങിയ വേട്ടക്കാരെ കണ്ടെത്താൻ സഹായിക്കുന്നു. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ഓടാൻ കഴിയും. ഒട്ടും തന്നെ വേഗത കുറക്കാതെ കിലോമീറ്ററുകളോളം ഓടാൻ ഇവയ്ക്ക് കഴിവുണ്ട്. ഇത് ഇവരെ അവരുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. അവരുടെ ശക്തിയേറിയ കൈകാലുകളും ശക്തമായ പേശീബലവും ഭക്ഷണവും വെള്ളവും തേടി കൂടുതൽ ദൂരം താണ്ടാൻ അവരെ സഹായിക്കുന്നു. വ്യാപകമായി നീൽഗായികൾ കണ്ടുവരുന്നതുകൊണ്ടും താരതമ്യേന സ്ഥിരതയുള്ള പ്രജനനവും കാരണം IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ നിലവിൽ നീൽഗായിയെ ഏറ്റവും കുറഞ്ഞ ആശങ്കയുള്ള ഇനമായി പട്ടികപ്പെടുത്തിയിരിക്കുന്നു. എന്നിരുന്നാലും ആവാസവ്യവസ്ഥയുടെ നഷ്ടവും മനുഷ്യരും വന്യജീവികളുമായുള്ള സംഘർഷവും അവയുടെ ദീർഘകാല നിലനിൽപ്പിന് കാര്യമായ ഭീഷണി ഉയർത്തുന്നുണ്ട്. കൃഷിഭൂമിയുടെ വികാസവും നഗരവികസനവും അവരുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയുടെ നാശത്തിലേക്ക് നയിക്കുന്നുണ്ട്. അതേസമയം കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി വിളകൾ തിന്നാനുള്ള അവരുടെ പ്രവണത പലപ്പോഴും കർഷകരുടെ പ്രതികാര കൊലപാതകങ്ങളിൽ കലാശിക്കുന്നു. മനുഷ്യരുടെ ഇടപെടൽ കൂടാതെ തഴച്ചുവളരാൻ കഴിയുന്ന സുരക്ഷിത താവളങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ സംരക്ഷിത പ്രദേശങ്ങളും വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളും നീലഗായി ജനസംഖ്യയെ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിലും പുരാണങ്ങളിലും നീൽഗായ്ക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. പല പ്രദേശങ്ങളിലും അവയെ പവിത്ര മൃഗങ്ങളായി കണക്കാക്കുകയും വിവിധ ദേവതകളുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സാംസ്കാരിക ആദരവ് അവർക്ക് വേട്ടയാടലിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും മനുഷ്യരുടെ എണ്ണം വർദ്ധിക്കുകയും ഭൂവിനിയോഗ രീതി മാറുകയും ചെയ്യുമ്പോൾ നീൽഗായിയുടെ സംരക്ഷണം കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സവിശേഷമായ രൂപവും കൗതുകകരമായ സ്വഭാവവുമുള്ള നീൽഗായി ഭാരതത്തിന്റെ ജൈവവൈവിധ്യത്തിന്റെ മാറ്റിനിർത്താനാകാത്ത ഘടകമാണ്. വൈവിധ്യമാർന്ന ആവാസവ്യവസ്ഥകളുമായും ഭക്ഷണ വിഭവങ്ങളുമായും പൊരുത്തപ്പെടാനുള്ള അതിന്റെ കഴിവ് നൂറ്റാണ്ടുകളുടെ പാരിസ്ഥിതിക മാറ്റത്തിലൂടെ അതിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നുണ്ട്. എന്നിരുന്നാലും മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സഹവർത്തിത്വം വളർത്തിയെടുക്കുന്നതിലൂടെയും സമർപ്പിത സംരക്ഷണ സംരംഭങ്ങളിലൂടെയും നീൽഗായ്ക്ക് ഭാരതത്തിന്റെ ഭൂപ്രകൃതിയുടെ അവിഭാജ്യ ഘടകമായി ജീവിക്കാനാകും. ഈ വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച മറ്റു ജീവികളെക്കുറിച്ചുമുള്ള വീഡിയോ ചാനലിൽ ഉണ്ട്. നിങ്ങൾക്ക് ഏത് മൃഗത്തിന്റെ വിശേഷങ്ങളാണ് അറിയേണ്ടതെങ്കിൽ കമന്റ് ചെയ്യൂ. മറ്റൊരു മൃഗത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.